ഭരിക്കുന്ന CPIയുടെ ജോയിന്റ് കൗൺസിലും കോൺഗ്രസിന്റെ NGO അസോസിയേഷനും പണിമുടക്കിയപ്പോൾ സംസ്ഥാനത്ത് ജീവനക്കാരുടെ സമരം ഭാഗികമായിരുന്നു. പക്ഷേ CPI ഭരിക്കുന്ന വകുപ്പുകളിൽ സമരം പൂർണ്ണമായിരുന്നു. റവന്യൂ വകുപ്പ് ഓഫീസുകളിൽ എത്തിയ ജനങ്ങൾ സർക്കാർ സേവനം കിട്ടാതെ മടങ്ങേണ്ടി വന്നു. ഉച്ചയ്ക്ക് 12 മണിക്കാണ് വഞ്ചൂർ വില്ലേജ് ഓഫീസിലെത്തിയത്. ഓഫീസ് അടഞ്ഞു കിടക്കുകയാണ്. ഭരണത്തിൽ പങ്കാളിയായ CPIയുടെ സർവീസ് സംഘടനയായ ജോയിന്റ് കൗൺസിൽ സമരത്തിലായതിനാൽ വില്ലേജ് ഓഫീസുകൾ പൂർണ്ണമായും അടഞ്ഞു കിടന്നു. ജനങ്ങൾ പ്രതിസന്ധിയിലായി. എൻ്റെ കാര്യം സാധിച്ചില്ല. ഞാൻ ആവശ്യത്തിനാണ് വന്നത്. ഞാൻ അതിന് തർക്കമായിട്ടുള്ള ആവശ്യത്തിന് വേണ്ടി വന്നതാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ആളില്ല. എൻ്റെ അടുത്ത് ഇപ്പം ഒരു സാർ അകത്തുണ്ടായിരുന്നു. പുള്ളി സാറ് പറഞ്ഞത് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം വരാൻ പറഞ്ഞു. സമരമാണെന്ന് അറിഞ്ഞിരുന്നില്ലേ? ഇല്ല, അറിഞ്ഞില്ല. ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത്. സമരം എന്ന് പറഞ്ഞാൽ ഇവര് ഭാഗികമായ സമരം എന്നല്ലേ പറഞ്ഞത്. ഇവിടെ വന്നപ്പോൾ പൂർണ്ണമാണ്. തിരുവനന്തപുരം ജില്ലാ കളക്ടറേറ്റിൽ സമരക്കാർ ജീവനക്കാരെ തടയുന്ന സ്ഥിതി ഉണ്ടായാൽ നേരിടാൻ പോലീസ് മാത്രമല്ല CPMന്റെ NGO യൂണിയൻ ജീവനക്കാരും രംഗത്തിറങ്ങി. അത് ഗവൺമെന്റ് തരുമെന്ന് പറഞ്ഞ ആനുകൂല്യങ്ങളാണ്. അവർ ഗവൺമെന്റിനെ രാഷ്ട്രീയമായി എതിർക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ട്, ഒരു പണിമുടക്കം നടത്തണം എന്നുള്ള ആഗ്രഹം കൊണ്ട് മാത്രം പണിമുടക്കം നടത്തുന്നു. കൊല്ലത്തും കൊച്ചിയിലും പണിമുടക്ക് ചെറിയ സംഘർഷത്തിൽ കലാശിച്ചു. കൊല്ലത്ത് ജോയിന്റ് കൗൺസിൽ നിർമ്മിച്ച സമരപന്തൽ പോലീസ് പൊളിച്ചു. ഹൈക്കോടതി ഉത്തരവ് കാരണമാക്കിയാണ് പന്തൽ പൊളിച്ചു നീക്കിയത്. ഇതേ ചൊല്ലി വാക്കേറ്റവും ഉണ്ടായി. എറണാകുളം കളക്ടറേറ്റിൽ ജീവനക്കാരെ ഓഫീസിൽ കയറ്റുന്നതുമായി ബന്ധപ്പെട്ടുള്ള തർക്കം ഉന്തും തള്ളിലും കലാശിച്ചു. പത്തനംതിട്ട കളക്ടറേറ്റിൽ പണിമുടക്കുന്ന ജീവനക്കാരെ NGO യൂണിയൻ ജീവനക്കാർ കൂകി വിളിച്ചു. ഇതോടെ മത്സര മുദ്രാവാക്യം വിളിയായി. വടക്കൻ ജില്ലകളിൽ പണിമുടക്ക് സമാധാനപരമായിരുന്നെങ്കിലും ചില വകുപ്പ് ഓഫീസ് പ്രവർത്തനങ്ങളെ താളം തെറ്റിച്ചു. CPM യൂണിയൻ ശക്തമായ സെക്രട്ടേറിയറ്റിൽ പണിമുടക്കുന്നവർ പട്ടിണിക്കഞ്ഞി വച്ച് പ്രതിഷേധിച്ചു. എന്നാൽ ഭരണസിരാ കേന്ദ്രത്തിൽ 73% പേർ ഹാജരായി. ഇന്ന് അവധിയെടുത്തത് 161 പേർ മാത്രമാണ്. 3448 പേർ ഹാജരായതായി പൊതുഭരണ വകുപ്പ് അറിയിച്ചു. അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള ജീവനക്കാരുടെ സമരമൊക്കെ നല്ലത് തന്നെ. പക്ഷേ നിങ്ങളെപ്പോലെ സ്ഥിര വരുമാനമോ ആനുകൂല്യങ്ങളോ ഒന്നുമില്ലാത്ത സാധാരണക്കാരൻ എന്തു പഴിച്ചു? അവരെ ബുദ്ധിമുട്ടിക്കാതെ ഇനിയൊരു സമരം നടത്താൻ നിങ്ങൾ പഠിക്കണം. ക്യാമറമാൻ സുധീഷ് തിരുവല്ലയ്ക്കൊപ്പം പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.